ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുടെ ഒരു മേക്ക് ഓവറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഇത്താനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു. പക്ഷേ വഴിയിൽ നിന്ന് പെട്രോൾ തീർന്നു. അങ്ങനെ ഞങ്ങൾ ഇക്കയുടെ ഒരു ബ്രദറിനെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡോക്ടർ പോയി. അപ്പോൾ ഡോക്ടർ വരാൻ ഇനി ഒരു 2.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഹൈലൈറ്റ് മാള് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നടന്നത്. ആണ് പിന്നെ 10th വരെ ചങ്കാണ്, ഞങ്ങൾ ഭയങ്കര വൈബാണ്. പിന്നെ എന്തുകൊണ്ട് ഞാനിവിടുത്തെ ഞാനിവിടുത്തെ സ്റ്റാഫാണ്. ലൈഫ് സ്റ്റൈലിന്റെ ബ്യൂട്ടി സെക്ഷനില് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളില് വർക്ക് ചെയ്യണം, നമ്മുടെ ഷാമ്പറില്. എനിക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ എടുക്കാം. ഓടി ഇത് ജീന കേട്ടോ. എൻ്റെ കൂടെ മോഡൽ ഗേൾസ് സ്കൂളിൽ 5th തൊട്ടിട്ട് 10th വരെ ഒരുമിച്ചാണ് പഠിച്ചത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ കരുതിയ കുറേ പേരുണ്ടായിരുന്നു. ഒരു 5 പേര്, ഞങ്ങൾ 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ പോലും കറക്റ്റായിട്ട് മെസ്സേജ് അയക്കാനോ നമ്മളെ അങ്ങോട്ട് വിളിക്കാനോ ഒന്നും നിൽക്കാറില്ല. സത്യം പറഞ്ഞാൽ അവരെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഫ്രണ്ടായി നിൽക്കുന്ന കുറേ പേര് ഇപ്പോഴും മെസ്സേജ് അയക്കും, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ ജീനനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ജീന അന്നും ഇന്നും ഞങ്ങളുടെ സ്നേഹം ഒരേപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സിനേക്കാളൊക്കെയും എപ്പോഴും നിൽക്കുന്നത് ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. സോ ഇവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ള കുഞ്ഞു ഐറ്റംസൊക്കെ എടുത്തിട്ട് ഇവള് വരുവാണ്. ആകെ 3-4 പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ എന്നെ ഒരുക്കി തന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ സ്കിന്നിന് അത്രയും ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കേട്ടോ അവൾ യൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്നെ ഒരുക്കി തന്നിരുന്നു എങ്കിൽ ഞാനങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. നമ്മളങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ കല്യാണത്തിനൊക്കെ അല്ലേ. എൻ്റെ കല്യാണത്തിന് അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വാപ്പ മരിച്ച് ഒരു 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് എന്നെ ഒരുക്കിയത് ഞാൻ തന്നെയായിരുന്നു. എന്നിരുന്നാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓർമ്മയിൽ. അപ്പോൾ എനിക്കിത് ചെയ്തു തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഇത്തിരി റേറ്റൊക്കെ കൂടുതലാണ്, ഇത്തിരി ഒന്നുമില്ല, വല്ലാതെ കൂടുതലാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിനുള്ളത് അവർ ഓക്കെ ആക്കി തരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റുഡൻറ്റിനെ ഞാൻ കണ്ടു കേട്ടോ. അവനും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ ആൺകുട്ടികളെ നമ്മൾ ഡ്രൈവിങ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. അവരുടെ ഓഫീസ് കാര്യങ്ങളിൽ ചെയ്യുക, അതുപോലെ തന്നെ റൂൾസ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണ്ടേ. പക്ഷെ അവനെ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സർവീസാണ് കേട്ടോ. നമ്മുടെ ഫേസിന് ആപ്റ്റായിട്ടുള്ളത് നമുക്ക് എടുത്തു തരാം. അതുപോലെ തന്നെ എൻ്റെ കണ്ണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ വീട്ടിൽ പറയാതെയാണല്ലോ പോയത് എങ്ങോട്ട്, ഹൈലൈറ്റ് മാളിലേക്ക്. അപ്പം തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നെയാണ് നോക്കണത്, ഇത് എന്താ പറ്റിയത്, എവിടേക്കാണ് നിങ്ങൾ പോയേ എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും കാശ് കൊടുത്ത് ചെയ്തതല്ല എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. ഇത്താടെ മോള് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് കേട്ടോ. കാരണം ഞാൻ 1 മണിക്ക് യൂസ് ചെയ്തിട്ട് രാത്രി ഒരു 11:30 വരെ ആയിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. അടിപൊളി പ്രോഡക്റ്റ്സാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, പർച്ചേസ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ പ്രോഡക്ട്സിനൊക്കെയും അത്യാവശ്യം ഓഫേഴ്സ് അവർ നൽകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹൈലൈറ്റ് മാളിൽ ചുറ്റിക്കറങ്ങാൻ പോവാണ്. അത്യാവശ്യം എല്ലായിടത്തും ഫില്ലായിട്ടുണ്ട് കേട്ടോ. 1-2 ഷോപ്പുകളാണ് എനിക്ക് കുറവായിട്ട് തോന്നിയത്. പിന്നെ നല്ല സ്പേസസിൻ്റെയും ഒരുപാട് വെറൈറ്റി ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മാക്സിൽ കയറി, അവിടെയും കുറേ ഓഫേഴ്സൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമയുടെ മോളുടെ കല്യാണത്തിന് വലിയൊരു പർച്ചേസിങ് നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണടച്ചിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഉണ്ണികളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ടൈമുണ്ട്. അങ്ങനെയുള്ള കുറേ ചുറ്റി സമാധാനത്തോടു കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ. നമ്മുടെ ബർഗറാണ് ഓർഡർ ചെയ്തത്. ഇത്താനും കൊണ്ട് പല്ലി ഡോക്ടറെ എത്തിക്കാണ് പോണേ. അപ്പോൾ ഫുഡ് കഴിക്കാതെ ഒന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ബർഗർ വാങ്ങി കഴിച്ചു. നല്ല ലിപ്സ്റ്റിക്കൊക്കെയാണ് കേട്ടോ, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ കഴിച്ചിട്ടും അതിൻ്റെ ഒരു തുണ്ട് പോലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ചു.
അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് എന്തെങ്കിലും കുടിക്കണം എന്ന് ഓർത്ത്. പക്ഷേ ഷെയ്ക്കിനുണ്ടല്ലോ 199 രൂപ. അപ്പം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ കുടിക്കാം, പല്ല് ഡോക്ടർ എത്തിക്കല്ലേ പോണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് അടിയും പിടിയൊക്കെ കൊടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് അവൾക്ക് പല്ല് വേദന. അപ്പോൾ നമ്മൾ പല്ലെടുക്കാനാണ് പോണത്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ ഇട്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചിരിക്കണേ. പിന്നെ ഞാനെത്തി മാത്രമാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ബാക്കിയുള്ളവരൊക്കെ അവരെ ബെസ്റ്റീസിനെയും ലവേഴ്സിനെയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അതിൻ്റെ കുറച്ച് കുൻറ്റും കുശിപ്പൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് പോന്നു. അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ ഒരു ആളെ കണ്ടത് കേട്ടോ. അങ്ങനെ ആളെയും കണ്ട് വീഡിയോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പല്ലെടുക്കാനാണ് പോണത്. വലിയ താല്പര്യമൊന്നും ഇല്ല ഇത്താക്ക്, അതുകൊണ്ട് തന്നെ പിടിച്ചു വലിച്ചിട്ടാണ് കേട്ടോ പോണത്. ഭയങ്കര പേടിയാണ്. പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്നപ്പം 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എവിടെ, 1 മണിക്കൂറിന് മുകളിലെടുത്തിട്ടാണ് പല്ലെടുത്തത്. പല്ല് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പെയിനായിട്ടാണ് കേട്ടോ നമ്മളെ പല്ലെടുത്ത് കളഞ്ഞത്. അപ്പം ഭയങ്കര റിസ്ക് ആയിരുന്നു, നന്നായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഷെയ്ക്ക് കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ജ്യൂസ് പോലും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. 3/4 മണിക്കൂർ വരെ പഞ്ഞി അതുപോലെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത്. അങ്ങനെ ഭയങ്കര സെൻറ്റി ആയിട്ട് പോന്നു. പിന്നെ ഫ്രീ കിട്ടിയ മേക്കപ്പ് ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെൻ്റെ ഇത്താടെ മോളാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു ചുരിദാർ നമ്മുടെ സുധിക്ക എന്താ പറയുക ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മുഫി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള എന്താ പറയുക കമ്മലൊക്കെ ഞാൻ ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു സമാധാനത്തിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.